ഹായ്, ഞാൻ ഡോക്ടർ വിനീത, കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിൽ മെഡിക്കൽ ഓഫീസറാണ്. ടോഡ്ലർ ഗ്രൂപ്പിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ടെമ്പർ ടാൻട്രംസ്. ടെമ്പർ ടാൻട്രംസ് എന്ന് വെച്ചാൽ അമിതവാശി, ദുശ്ശാഠ്യം എന്നൊക്കെ നമ്മൾ പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഫംഗ്ഷന് പുറപ്പെടുന്നു, ഫാമിലി ആയിട്ട് പോകുന്നു. കുഞ്ഞ് ഒരു തരത്തിലും ഷൂ ഇടാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വേണ്ടി നമ്മളൊരു പുതിയ ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. എന്ത് വന്നാലും ഇത് ധരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാട് കുട്ടി സ്വീകരിക്കും. ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കും എന്നുള്ളത് മാത്രമല്ല, വളരെ നാടകീയമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അതായത് നിലത്ത് കിടന്ന് ഉരുളുക, ഭിത്തിയിലിട്ട് തല കൊണ്ടിടിക്കുക, ഉറക്ക അലറി വിളിച്ച് കരയുക എന്നുള്ള പല പല മുഹൂർത്തങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകും, അല്ലെ? അപ്പൊ ഇത്തരം കുട്ടികളെ നമ്മൾ ഇന്ന് ഡ്രാമ ക്വീൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളൊക്കെ ടെമ്പർ ടാൻട്രംസ് എന്നുള്ള ഈ ഒരു പെരുമാറ്റ പ്രശ്നം കാണിച്ചു വരുന്ന കുട്ടികളാണ്. അപ്പൊ ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും ആദ്യം നമുക്ക് കുറച്ച് റീസൺസ് റൂൾ ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് വരുന്ന റീസൺ ആണ്, പ്രധാന പ്രശ്നമാണ് ഹങ്കർ, വിശപ്പ്. വിശന്ന കുട്ടി ഇത്തരം ആക്ടിവിറ്റീസ് കാണിക്കും. അപ്പൊ വിശക്കുന്ന കുഞ്ഞിന് നമ്മൾ എന്താ കൊടുക്കുക? ഫുഡ് കൊടുക്കുക. ഫുഡ് കൊടുക്കുമ്പോൾ കുഞ്ഞ് കൂളാവും. മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ആണ്, കുറെ കുഞ്ഞ് കളിച്ചു, തളർന്നു, ഓവർ സ്റ്റിമുലേറ്റഡ് ആയി, കുട്ടിക്ക് ഉറക്കം വരുന്നു. ആ ഉറക്കം എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് 1 മുതൽ 3 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിന് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞിന് എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവനെ വിളിച്ചൊന്ന് സൂത്ത് ചെയ്ത് ഉറങ്ങാനുള്ളൊരു സാഹചര്യം ആ കുഞ്ഞിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണ് ഈ ഫാമിലി മെമ്പേഴ്സിന്റെ ബോണ്ടിങ്ങിൽ വരുന്ന ഇഷ്യൂസ്. പ്രത്യേകിച്ച് അച്ഛനമ്മമാരുടെ വഴക്ക് കൂടുന്ന അച്ഛനമ്മമാരുള്ള വീട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് ടെമ്പർ ടാൻട്രംസ് കാണിക്കാറുണ്ട്. ഫാമിലിയാണ്, വഴക്കുണ്ടാവും, അല്ലെ? സ്നേഹമുള്ളിടത്തെ പരിഭവം ഉള്ളൂ എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷേ ദയവ് ചെയ്ത് കുട്ടികളുടെ മുന്നിൽ നിന്ന് വഴക്ക് കൂടാതിരിക്കുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു പ്രതിവിധി. അടുത്തൊരു ഇഷ്യൂ പറയാനുള്ളത് കുട്ടികളിൽ വരുന്ന ചില ഫിസിക്കൽ ഡിസ്റ്റർബൻസസ് ആണ്. അതായത് ഇപ്പൊ ഗ്യാസ് കയറി കോളിക്ക് വരാം, കുട്ടികൾക്ക് വയറുവേദന വരാം, അല്ലെങ്കിൽ ചെവി വേദന വരാം. ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിനാൽ ഇത്തരം ടെമ്പർ ടാൻട്രംസ് അവർ കാണിക്കാറുണ്ട്. അപ്പൊ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. അപ്പൊ ഇത്രയും ടിപ്സ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് വീട്ടിൽ ടെമ്പർ ടാൻട്രംസ് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് ജനറൽ മെത്തേഡ്സ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് ഈ ടെമ്പർ ടാൻട്രംസ് കുറച്ച് മുതിർന്ന കുട്ടികളിലും കാണാറുണ്ട്. അപ്പം ടീനേജിലോട്ട് കടക്കുന്ന കുട്ടികളിലും അഡോളസെന്റ് ഗ്രൂപ്പിൽപ്പെട്ട കൗമാരപ്രായത്തിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ ടെമ്പർ ടാൻട്രംസ് വരാം. അപ്പം ഒന്ന് ഹഗ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു മെത്തേഡാണ്. അപ്പൊ കുട്ടികളുടെ കൈ രണ്ടും ഒന്ന് ചേർത്ത് പിടിച്ച്, ഒന്ന് കെട്ടിപ്പിടിച്ച്, ഒന്ന് പാമ്പർ ചെയ്ത്, അപ്പൊ ഒരു കൂളാവും. നമ്മൾ മുതിർന്നവർക്കെല്ലാം ദേഷ്യം വരുമ്പോൾ നമ്മളെ ആരെങ്കിലും കെയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളൊന്ന് കൂളാവും, അല്ലേ? അത്രയേ ഉള്ളൂ. കുട്ടികൾക്ക് വേണ്ടത് അതാണ്, ഒരു സപ്പോർട്ട്, നമ്മുടെ ഒരു വാംത അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം കുട്ടി ആ ദേഷ്യമൊക്കെ വിട്ട് നമ്മുടെ വരുതിക്ക് വരും. അല്ലാതെ ഓൾറെഡി ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടിയുടെ മേളിൽ പിന്നെയും ഷൗട്ട് ചെയ്തൊന്നും ആലോചിച്ചു നോക്കും, രംഗം കൂടുതൽ വഷളാവേ ഉള്ളൂ, അല്ലേ? അപ്പൊ ഈ ഒരു മെത്തേഡ് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നീട് ഒരു കാര്യം, ഓപ്ഷൻസ് കൊടുക്കുക കുട്ടിക്ക്. ഓപ്ഷൻസ് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഷൂ ഇടാൻ സമ്മതിക്കാത്ത കുട്ടി. അപ്പൊ കുട്ടിക്ക് ഒന്നിൽ കൂടുതൽ ഷൂ ഉണ്ടാവാം, സാൻഡൽസ് ഉണ്ടാവാം. അപ്പൊ കുഞ്ഞിനോട് തന്നെ ചോദിക്കാം, നീ ഏതാണ് ഇടുന്നത്? ഇന്നത്തെ ഫംഗ്ഷൻ പോകുമ്പോൾ നീ ഏതാണ് ധരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ യെല്ലോ സാൻഡൽസ് ആണോ, അല്ലെങ്കിൽ റെഡ് ഷൂ ആണോ? അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ ആ കുഞ്ഞിന്റെ മുന്നിലോട്ട് കൊടുക്കുമ്പം അവിടെ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് കൂടെയാണ് കടന്നു വരുന്നത്. അത് വളരെ നല്ലൊരു മെത്തേഡാണ്. പിന്നെ അടുത്തൊരു കാര്യം, ചെറിയ ചെറിയ അപ്രീസിയേഷൻസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ ഫംഗ്ഷന് പോയപ്പോൾ ഇട്ട ഷൂ വളരെ നന്നായിരുന്നു, എത്ര പേരാ പറഞ്ഞത് സൂപ്പർ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ കുഞ്ഞുങ്ങൾ നമ്മളെ വഴിക്ക് വരും. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ടെമ്പർ ടാൻട്രംസ് കുറേയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും.